ഹായ് ഫ്രണ്ട്സ്, വീട്ടിൽ ഞാൻ എന്തൊക്കെ മരങ്ങൾ നട്ടിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. ചെടികൾ കേട്ടോ. ഇത് സ്റ്റാർ ഫ്രൂട്ട്, ഇത് ചാമ്പയ്ക്ക. ഇലയൊക്കെ കേടായിട്ട് വെട്ടിക്കളഞ്ഞത് ഇപ്പോൾ രണ്ടാമത് പൊടിച്ചു തന്നെയുണ്ട്. ഇത് മൾബറി. ഇത് പ്രഷർ ചീര. ഇന്നാളെ ഞാൻ ചീരുപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് മുട്ടയിട്ടിട്ടാണ് വെക്കാറ്. ഇത് പൊട്ടിച്ചു, അപ്പോൾ ഇത് കുറച്ചുള്ളൂ. ഇത് തിപ്പല്ലി. ഇത് പല്ലുവേദനയ്ക്ക് ചുമയ്ക്കൊക്കെ ചായ വെക്കുമ്പോൾ ഇത് അതിൽ കൂട്ടുന്നു. ഞാൻ അന്ന് ചുക്ക് കാപ്പിയുടെ പൊടി വാങ്ങിയപ്പോൾ അതിൽ വായിച്ചു കിട്ടാ. ഇതെനിക്കൊരു കുഞ്ഞ് തൈ കിട്ടിയിട്ട് കൊണ്ടുവച്ചതാണ്. അപ്പോൾ വലുതായത്. ഇത് ആര്യവേപ്പ്. ഇത് ആര്യവേപ്പിൻ്റെ കാറ്റൊക്കെ വീശണത് നല്ലതാണ്. പിന്നെ വെള്ളം തിളപ്പിച്ച് കുളിക്കുമ്പോൾ ഒക്കെ ഇത് അതിൽ ഇല നുള്ളിയിടുന്നത് നല്ലതാണ്. ഇത് കൂവ. ഇതിൻ്റെ അടിയിലൊരു വെള്ള കിഴങ്ങുണ്ട്. ഇത് പുഴുങ്ങി തിന്നും. പിന്നെ ഇത് പൊടിയൊക്കെ ഉണ്ടാക്കും. അത് കുറേ വേണം കേട്ടോ. ഇത് മുളകും തൈ. നിത്യകല്യാണി. ഇത് അപ്പുറത്ത് പൈപ്പ് വെച്ചപ്പോൾ അവിടുത്തെ ചെടികളൊക്കെ ഇവിടേക്ക് മാറ്റി വെച്ചു. പിന്നെ വേപ്പിൻ തൈ മുളച്ച് വരുന്നുണ്ട് ഇവിടെയൊക്കെ. ഇത് ഞാൻ ചേമ്പ് നട്ടതാട്ടാ. അപ്പോൾ അത് മുളച്ചു. ഇത് ചെറിയ വാഴ നട്ടിട്ടുണ്ടായി. അത് പിടിക്കുമോയെന്ന് അറിയില്ല, നോക്കി നോക്കാം. ഇത് ചെറുള. ഇത് ഒരു മരുന്ന് ചെടിയാണ്. ഇത് തന്നെ മുളച്ച് വരുന്നതാണ്. ഇത് ലിച്ചി, പുലാസം പഴം. ഇത് ബംഗാളികൾ അത്താഴ പണിക്കാർ അവിടെ നിന്ന് അതിൻ്റെ കുരു കൊണ്ടുവന്ന് കൊടുത്തതാട്ടാ. ഫ്രൂട്ട് കൊണ്ടുവന്നിട്ടുണ്ടായി. അത് ഞാൻ കഴിച്ചിട്ട് കുഴിച്ചിട്ടതാണ്. ഇത് വെട്ടിയിട്ടാ കുറേ തവണ. അധികം പൊക്കം വയ്ക്കാണ്ടിരിക്കാനും പിന്നെ കാടൊക്കെ വെട്ടുമ്പോൾ ഹസ്ബൻഡ് വെട്ടും. ലൂബി ഉണ്ടായി, ലൂബി വെട്ടി. കുറേയൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് വേര് വരുമല്ലോ, അത് കാരണം. ഇത് മുള്ളഞ്ചക്കാട്ടാ. പറമ്പിൽ നിന്ന് വള്ളി കയറിയിട്ട് അത് വെട്ടിയുണ്ടായി കഴിഞ്ഞ കൊല്ലം. പക്ഷേ ഈ തവണ കുറേ കായ്ച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരെണ്ണം ഉണ്ടായി, പക്ഷെ വീണ് പോയി പെട്ടെന്ന്. കിളികളല്ല കൊത്തിയെ. അത് കാരണം കുഴപ്പമില്ല. ഇനി കുറേ ഉണ്ടല്ലോ, ഏതെങ്കിലും കിട്ടാണ്ടിരിക്കില്ലല്ലോ. ഇത് സീതാപ്പഴം. ആദ്യമൊക്കെ ഇതിൽ കുറേ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ വർഷം ഒരെണ്ണം ഉണ്ടായുള്ളൂ, വള്ളി കയറിയിട്ടേ. ഇപ്പോൾ വള്ളിയൊക്കെ വലിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇതൊരു ഭംഗിച്ചെടിയാണ്. ഇത് കൂവ. ഇതും ഒരു ഭംഗിച്ചെടി. വൈലറ്റ് മുല്ല. ഇപ്പം നട്ടതാണ്. പുല്ലൊക്കെ കളഞ്ഞതാ. ഇപ്പോൾ വേഗം വീണ്ടും വരും പുല്ല്. മുളക്. ഇത് പ്രിൻസ് ചെടി. ഇതെൻ്റെ പേരയ്ക്കമരം. ഇത് ഞാൻ അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായി, പേരയ്ക്കുണ്ടായത്. ഇത് മധുരം പുളിയാണ് കേട്ടോ. ഞാൻ പുളി കിട്ടിയിട്ട് അതിൻ്റെ കുരു കുഴിച്ചിട്ടിട്ട് ഉണ്ടായതാണിത്. ഇതിലുണ്ടാവുമോ നോക്കണം. പക്ഷെ വള്ളി കയറി വരണം. ഇടയ്ക്ക് വള്ളി കളഞ്ഞു കൊടുക്കും. ഇത് മുള്ളൻചക്കയിൽ പൂവിട്ടിട്ട് അത് കൊഴിഞ്ഞിട്ട് ഇതേ കായാവാൻ നിൽക്കുന്നുണ്ട്. ഹസ്ബൻഡ് എനിക്ക് ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. ഇത് വെട്ടിത്തരാനും അങ്ങനെ. അത് കാരണം കൊണ്ട് ഇങ്ങനെ കാടൊക്കെ കയറുമ്പോൾ പോവും. എനിക്ക് കയ്യെത്തില്ല, അത്രയും കയ്യെത്തില്ലല്ലോ. ഇത് എന്നോട് ഇനി മരങ്ങൾ അധികം വെക്കല്ലേ, വീട്ടിലേക്ക് വേര് ബാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുരിങ്ങയുടെ ഇലയ്ക്ക് വേണ്ടിയിട്ട് തണ്ട് കുഴിച്ചിട്ടതാണ് ഒരു ബക്കറ്റിൽ. ഹസ്ബൻഡ് ഇപ്പം ഇത്ര സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റണ്ടേ. ഇതിപ്പം വിഷമില്ലാത്ത പച്ചക്കറികൾ തിന്നാം. ഹസ്ബൻഡിന് എത്ര തിരക്കാണെങ്കിലും ലീവുള്ള ദിവസമൊക്കെ ചെടികളും മരങ്ങളൊക്കെ വെട്ടി കളഞ്ഞു തരും. പുല്ലൊക്കെ കളഞ്ഞു തരും കേട്ടോ. ഞാനും ഹെൽപ്പ് ചെയ്യും. ടെറസിൻ്റെ മുകളിൽ കയറിയായാലും ഇതൊക്കെ വെട്ടിത്തരും. അപ്പുറത്തെ വീട്ടിലേക്ക് പോണ കൊമ്പുകളും അതൊക്കെ ശരിയാക്കി തരും. ഇത് ചേമ്പ് മുളച്ച് വരുന്നതാട്ടാ. നട്ടിട്ടുണ്ടായി ഞാൻ. ഇതൊക്കെ തന്നെ മുളച്ച് വരുന്നതാട്ടാ. കുടവൻ്റെ ഇല. ഇത് വേപ്പ് മരം.